രമേശ ഒരു ചായ. കതിർ മണ്ഡപത്തിൽ നവവധു പ്രസവിച്ചു. എന്റെ പൊന്നു ദൈവമേ, കാലം പോണ പോക്കേ. ഇക്കാലത്ത് വിശ്വസിച്ച് മനുഷ്യൻ എങ്ങനെ ഒരു കല്യാണം കഴിക്കും? ഭർത്താവിനെ വെട്ടിക്കൊന്നു. എന്റെ ഈശ്വര, ഇക്കാലത്ത് ഈ കാലഘട്ടത്തിൽ എന്റെ കല്യാണം നോക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഒരൊറ്റ പെണ്ണുങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ല. പാട്ടകള് സ്വന്തം ഭർത്താവിനെ ഒലക്കെ കടിച്ചു കൊന്നു. എന്റെ ദൈവമേ, ഇനി എന്തെങ്കിലും എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റുമാവും? ഇതെന്താണ്? ഭർത്താവിനെ ഒലക്കെ കടിച്ചു കൊന്നതിന് ശേഷം കത്തിച്ച് കഷ്ണങ്ങളാക്കി ചാക്കിൽ കെട്ടി കടലിൽ തള്ളി. ഈശ്വര, ഇനി ഏത് കാലത്ത് വിശ്വസിച്ചൊരു പെണ്ണെ ഞാൻ കെട്ടും? എനിക്കൊന്നും അറിയാൻ പാടില്ല. ചായ കൃത്യസമയത്ത് ചായ കൊണ്ടുവന്നില്ല. എന്താടാ? ഞാൻ പോവുകയാണ്. എവിടാ? ഞാൻ ഇവിടുത്തെ ഈ വീട്ടിലെ പണി നിർത്തി. പണി നിർത്തിയാ? എന്റെ പൊന്നു മുതലാളിക്ക് കണ്ടിച്ചോറില്ലേ? എത്ര നാളായിട്ട് ഞാൻ ഇവിടെ ഒറ്റക്കെടുത്ത് കഷ്ടപ്പെടണം. മുറ്റമടിക്കണം, വീട് നോക്കണം, മൊത്തം ഈ വീട്ടിലെ മൊത്തം പണി ഞാൻ ചെയ്യണം. എത്ര നാളായിട്ട് പറഞ്ഞൊരു വേലക്കാരനെ നിർത്തുന്നു. അപ്പൊ മുതലാളി വേലക്കാരനെ നിർത്തില്ല. പോട്ടാ, മുതലാളിയോട് എത്ര നാളായിട്ട് പറഞ്ഞ ഒരു കല്യാണം കഴിക്കാൻ. മുതലാളി ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ആശ്വാസമാവൂലേ? മുതലാളിക്ക് ഒരു ആശ്വാസം, എനിക്ക് പണിക്കൊക്കെ ഒരു കൂട്ടാവൂലേ? കല്യാണം കഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. ഈ പേപ്പറിലെ വാർത്തകളൊക്കെ കണ്ട എന്താണ്? സ്വന്തം ഭർത്താവിനെ ഒലക്കെ കടിച്ചു കൊന്നിട്ട് കെട്ടി തൂക്കി. സ്വന്തം ഭർത്താവിനെ ഒലക്കെ കടിച്ചു കൊന്ന് കഷ്ണങ്ങളാക്കിയിട്ട് ചാക്കി കെട്ടി കടലിൽ തള്ളി. അത് കതിർ മണ്ഡപത്തിൽ പ്രസവിച്ചു. ഷോപ്പിംഗ് ഇറങ്ങിയ കാമുവിന്റെ കൂടെ ഒളിച്ചോടി. മുതലാളി, അതൊക്കെ ചെറിയ ഒറ്റപ്പെട്ട സംഭവമല്ലേ? അങ്ങനെ മൊത്തം എല്ലാ പെണ്ണുങ്ങളെ മോശമായിട്ട് മുതലാളി പറയല്ലേ? എടാ, നമ്മുടെ ഈ ലോകത്ത് ഈ ഭൂമിയിൽ ഏത് പെണ്ണും വിശ്വസിക്കാൻ പറ്റൂടാ? മുതലാളി, ഞാൻ ഒരു കാര്യം പറയട്ടെ. മുതലാളിക്ക് കുടുംബത്തിൽ പിറന്ന ഒരു പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞാൽ മുതലാളി കല്യാണം കഴിക്കും. കുടുംബത്തിൽ പിറന്ന പെണ്ണാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ നിമിഷം അവളെ ഞാൻ കല്യാണം കഴിക്കില്ല. അപ്പൊ ഒരു കുഴപ്പമില്ലാത്ത ഒരു പെണ്ണിനെ കാണിച്ചു കഴിഞ്ഞാൽ മുതലാളി കല്യാണം കഴിക്കില്ല. അങ്ങനെ കാണിച്ചെന്ന് പേരില്ല. കുടുംബത്തിൽ പിറന്നവളാണെന്ന് എനിക്ക് മനസ്സിലാവണം. എന്റെ പൊന്നു മുതലാളി, കുടുംബത്തിൽ പിറന്ന പെണ്ണാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഐഡിയ ഞാൻ പറഞ്ഞു തരാം. എങ്ങനെയാ? മുതലാളി, നമ്മളൊരു പെണ്ണിനെ കാണാൻ വേണ്ടി പെണ്ണിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. ആ പെണ്ണിനെ കണ്ടിട്ട് മുതലാളിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് മുതലാളി ആ പെണ്ണിന്റെ അച്ഛനെ മാറ്റി നിർത്തി ചോദിക്കണം, എന്തെന്ന്? കല്യാണത്തിന് മുമ്പ് ഒരു മാസം പെണ്ണിന്റെ കൂടെ താമസിച്ചോട്ടെ എന്ന്. അങ്ങനെ ഒരു കുടുംബത്തിൽ കരുതുന്ന ഒരു പെണ്ണിന്റെ അച്ഛനോട് ചോദിക്കാനുള്ള ചോദ്യമാണോ അത്? എന്റെ പൊന്നു മുതലാളി, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പെണ്ണിന്റെ കൂടെ താമസിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ആ കുടുംബത്തിൽ പറഞ്ഞതല്ല, ആ പെണ്ണ് തറവാട്ടിൽ പറഞ്ഞതല്ല, മോശം പെണ്ണാണ്. അതല്ല, കുടുംബത്തിൽ താമസിക്കേണ്ട ഒരു മാസം മുമ്പ്, കല്യാണത്തിന് മുമ്പ് താമസിക്കേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാ നല്ല പെണ്ണാണ്. ആ പെണ്ണെ കിട്ടിയ കുഴപ്പമില്ല. അത് ശരിയാണ്. അപ്പൊ താമസിച്ചോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ മോശപ്പെട്ട പെണ്ണ്, താമസിക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പെണ്ണ്. അത് നല്ല ഐഡിയ. അപ്പൊ കുഴപ്പമില്ലല്ലോ. എന്തായാലും നിന്റെ നല്ല ഇത്ര ബുദ്ധിയുണ്ടെന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ മുതലാളി, അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ തന്നെ പെണ്ണ് കാണാൻ വേണ്ടി പോവാം. നാളെ തന്നെ നീ എവിടെയെങ്കിലും നമുക്ക് ഇപ്പൊ തന്നെ പോയേക്കാം. എന്താ പിന്നെ ഇപ്പൊ തന്നെ പോവാം. എന്റെ പൊന്നു ദൈവമേ, കുടുംബത്തിൽ പറഞ്ഞ പെണ്ണായിരിക്കണേ. മുതലാളി, ഇതാണ് ഞാൻ പറഞ്ഞ പെണ്ണിന്റെ വീട്. നല്ല അസല് കുടുംബത്തിൽ പറഞ്ഞ പെണ്ണാണ്. ഉറപ്പാണല്ലോ. പിന്നെ എപ്പോ ഉറപ്പെന്ന് പറഞ്ഞാ പോരെ? പറഞ്ഞ പെണ്ണ് തന്നെയാണ് മുതലാളി. അല്ല രമേശ, എന്താണ് മുതലാളി? എനിക്കൊരു സംശയം. എന്ത് സംശയം? സത്യത്തില് നീയാണ് ആ പെണ്ണ് കാണാൻ വന്നേ, അതാ ഞാൻ? എന്തിനാണ് സംശയിക്കണം? മുതലാളിക്കല്ലേ പെണ്ണ് കാണാൻ വേണ്ടി വന്നത്? അല്ല, നിന്റെ വേഷവും ഭാവവും കണ്ടപ്പോ നീയാ കാണാൻ വന്നതുകൊണ്ട് കാരണം അത് മുതലാളിയുടെ ഒരു വെയിറ്റിന് വേണ്ടി ഞാൻ ഞാനാ പെണ്ണ് കാണാൻ വന്നത്. കുടുംബത്തിൽ പറഞ്ഞ തന്നെയാണല്ലോ അല്ലേ? ആണെന്ന് ഉറപ്പാണല്ല. വീട്ടുകാരെ വിളി. അവനല്ല, ഞാനാ. പേര് തന്നെ സുഭാഷിണി എന്നാ. നല്ല വേല. കുടുംബത്തിൽ പറഞ്ഞു സുഭാഷിണി. എന്താണ് മുതലാളി കിടന്ന് നോക്കണത്? അല്ല, ചുറ്റുപാടൊക്കെ ഒന്ന് നോക്കണമല്ലോ. അല്ല, പോകണ്ട, ഇവിടെ നിൽക്കട്ടെ. പെണ്ണിന്റെ പേര് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. മുതലാളിക്ക് പെണ്ണിന് ഇഷ്ടപ്പെട്ട? കൊള്ളാട്ടാ. കുഴപ്പമില്ലല്ലേ? അപ്പൊ നമ്മുടെ മറ്റേ കാശ്
കാര്യം ചോദിക്ക്. ചോദിച്ചോട്ടെ. കല്യാണത്തിന് മുമ്പ് 1 മാസം താമസിക്കുന്ന കാര്യം ചോദിക്ക്. എടാ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ തന്റെ കയ്യിൽ നിന്ന് അടി കിട്ടൂലേ? കുഴപ്പമില്ലെന്ന് തന്ന കുഴപ്പമൊന്നുമില്ല, ചോദിക്ക്. ശ്രീധരത്തിന്റെ കാര്യം സ്ത്രീധനത്തിന്റെ കാര്യം ഞങ്ങൾ ചോദിക്കത്തില്ല, വേറെ കാര്യമാണ്. ധൈര്യമായിട്ട് ചോദിച്ചോന്നു. തല്ല് കിട്ടൂലല്ലോ. കുഴപ്പമില്ല, ഞാനല്ലേ ഉള്ളെ. ചോദിച്ചോട്ടെ. അതെ, എന്റെ മുതലാളിക്കത്തില്ല പെണ്ണിനെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ട്. അപ്പൊ പെണ്ണിനോട് എന്റെ അപ്പനോട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയാണ്. ചോദിച്ച പെണ്ണിങ്ങാട്ട് മാറി ഒരു കാര്യം ചോദിച്ചോട്ടെ. അപ്പ നമ്മള് പെണ്ണിനെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്കണ്ടല്ല, ഈ കല്യാണത്തിന് മുമ്പേ അതെ അതെ കല്യാണത്തിന് മുമ്പേ അതെ അല്ല അതെ ചോദിക്ക്. എന്റെ മുതലാളി എന്ന് പറഞ്ഞ 45 വയസ്സായിട്ട് പെണ്ണ് കെട്ടാൻ നിൽക്കണേ. അപ്പൊ ഒരു കാര്യമുണ്ട്, അതുകൊണ്ട് ചോദിക്കണേ. ചൂടാവണേള് തുമ്മ തോന്നാണ് ചോദിക്കുന്നത്. കല്യാണത്തിന് മുമ്പേ ഒരു മാസമായി പിന്നെയും ചൂടാവണം. ചോദിച്ചാലാ കല്യാണത്തിന് മുമ്പേ ഒരു മാസമായി പെണ്ണിന്റെ കല്യാണത്തിന് മുമ്പ് ഒരു മാസമായി പെണ്ണിന്റെ കൂടെ താമസിച്ചാ കൊള്ളാന്നൊരാഗ്രഹമുണ്ട്. കല്യാണത്തിന് മുമ്പ് 1 മാസം മുമ്പ് നിനക്ക് ഇവിടെ താമസിക്കണല്ലേ? നിനക്ക് ഇവിടെ താമസിക്കണല്ലേ? അതൊക്കെ നേരത്തെ പറഞ്ഞാൽ പോലെ. എന്റെ മോനെ നീ എന്റെ മോനെ കെട്ടാൻ പോണല്ലേ? 1, 2, 3 മാസം താമസിച്ചോളാ നീ. ഇങ്ങോട്ട് വന്നേ. താമസിക്കാൻ വേണ്ടി പോയാണ്. അങ്ങനെ താമസിക്കാൻ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണല്ലത്. ഓ, താമസിക്കാന്ന് പറഞ്ഞല്ലേ? അപ്പൊ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണല്ല. നമുക്കിത് വേണ്ട വേണ്ട. എന്താ മുതലാളി, ഇതും കൂടി കൂട്ടി 8ാമത്തെ വീടാ. എല്ലാ വീട്ടിലും താമസിച്ചോളാനാ പറഞ്ഞത്. എന്റെ പൊന്നു മുതലാളി, അത് നമുക്ക് ഈ വീട്ടിലുണ്ടല്ലോ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണായിരിക്കും. ഇവിടെയെങ്കിലും കുടുംബത്തിൽ പറഞ്ഞ പെണ്ണ അല്ലെങ്കിൽ ഇന്നത്തെ കൊണ്ട് ഈ പരിപാടി നിർത്തും. എന്റെ പൊന്നു മുതലാളി, എനിക്ക് 100% ഉറപ്പാണ് ഇത് കുടുംബത്തിൽ പറഞ്ഞ പെണ്ണായിരിക്കും. ഉറപ്പാണ്. ഇല്ലെങ്കിൽ നമ്മൾ ഇനി പെണ്ണ് കാണൽ നിർത്തി. അപ്പൊ നമ്മൾ ഈ പെണ്ണിന്റെ അച്ഛൻ വരുമ്പോ നേരത്തെ പോലെ ചോദിക്കണം, താമസിച്ചോട്ടെ ചോദിക്കണം. എന്റെ പൊന്നു മുതലാളി, അത് ചോദിച്ചാൽ അറിയാൻ പറ്റത്തുള്ളൂ. ഒരു കാര്യം ചെയ്യും മുതലാളി, നിന്നോ, ഇത് കുടുംബത്തിൽ പറഞ്ഞ പെണ്ണായിരിക്കും. നമുക്ക് വീട്ടുകാരെ വിളിച്ചു ചോദിക്കാം. വീട്ടുകാരെ, ചേട്ടാ മനസ്സിലായില്ല. ചേട്ടന്റെ മകളെ പെണ്ണ് കാണാൻ വേണ്ടി ഒരു ചെറുക്കനെ കൊണ്ടുവന്ന് പറഞ്ഞില്ലേ? അതാണ് ചെറുക്കൻ. മുതലാളിയാണ് മുതലാളി. ഇത് കീഴാൻ മനക്കില്ല. എന്റെ മകളാ, മൂത്ത മകളാ. എന്താ പെണ്ണിന്റെ പേര്? മൃണാളിനി. വിളിക്കാലോ മകളെ. മൃണാളിനി. ഒരു കിളയുടെ ഇതെന്താണ് പെണ്ണുങ്ങളുടെ സംസ്ഥാന സമ്മേളനം? ഇത് ഏതാണ്? മക്കളാണ് ഇതൊക്കെ? ആണോ? നല്ല പരീക്ഷ കമ്പനിയാണല്ലോ. മൂത്ത് നിൽക്കുന്നതിനെ വിളിക്കാം. അതെ അതെ, മൂത്ത് നിൽക്കണം. അല്ല, മൂത്തതിനെ വിളി. അതെ അതെ, ഒരെണ്ണം മാത്രമേ വരാം. ഒറ്റ വളി വിളി. ദേവന്നി. ഓ, കുഴപ്പമില്ല, അവിടെ പോയി ഡീസന്റ് ആക്, ഡീസന്റ് ആക്. എന്താ പേര്? എത്ര വരെ പഠിച്ച്? 10. പിന്നെ 8ാം ക്ലാസ് കൊടുത്ത പോലെ നല്ല മാർക്കൊട്ടില്ല. ചുറ്റുപാട് നോക്കണ്ട, ചുറ്റുപാട് നോക്ക്, ചുറ്റുപാട് നോക്ക്. നോക്കിയേക്കാം. നോക്കിയേക്ക്, ചുറ്റുപാട് നോക്ക്. നല്ല ചുറ്റുപാട്, ചുറ്റുപാട് സ്ഥിരം നോക്കുന്നതാണ്. അതെ, ഹൗസിംഗ് ബോർഡിലെ ജോലിയല്ലേ? എന്താ നാള് മുതലാളിയുടെ നാള് ഉരുളിയല്ലേ? അല്ല, പൂരം. ഞാൻ പറ്റും ഭരണി ഉരുളി. എന്തായാലും മറ്റേ കാര്യം അങ്ങോട്ട് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ട കുടുംബത്തിൽ പറഞ്ഞ പെണ്ണായിരിക്കും. ഉറപ്പാണല്ല? അല്ല, അതൊന്നുമല്ല. ഞങ്ങളെ സ്ഥിരം പോയിട്ടൊരു വീട്ടിൽ പോയിട്ടൊരു കാര്യം ചോദിക്കും. ഈ കുടുംബത്തിൽ അടി കിട്ടൂലല്ലോ. ചോദിക്കണം. അച്ഛാ, എന്താ മോനെ? കല്യാണത്തിന് മുമ്പ് ഒരു മാസം ഒരു മാസം കുഴപ്പമില്ലട്ടോ. കല്യാണത്തിന് മുമ്പേ ഒരു മാസം കല്യാണത്തിന് മുമ്പേ ഒരു മാസം ഇവിടെ
ഒരു കുഴപ്പമില്ലട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഒരു കുഴപ്പമുണ്ടാവില്ല, കുടുംബത്തിൽ പറഞ്ഞ പെണ്ണാണ് ചോദിക്കുന്നത്. ഒരു മാസം ആ. ഇവിടെ ആ. പെണ്ണിന്റെ കൂടെ ആ. അതിന്റെ കൂടെ ഞാൻ പറഞ്ഞില്ലേ ഈ വർഷം എന്റെ മുതലാളി പെണ്ണ് കെട്ടുവന്നു. ഒരു മാസം പെണ്ണിന്റെ കൂടെ ഇവിടെ ഞാൻ താമസിച്ചോട്ടെ. കല്യാണത്തിന് മുമ്പ് അതിന്റെ കൂടെ ഞാൻ ഈ വീട്ടിൽ ഒരു മാസം കുടുംബത്തിൽ പറഞ്ഞ ഐശ്വര്യമുള്ള ധാരാളത്തോളം ഈ വീട്ടിൽ വന്ന് ഇങ്ങനെ ഒരു കാര്യം പറയാൻ നിനക്കൊക്കെ ആരാ ചെയ്യുന്നത്? അതെ, ചൂടാകരുത്, ബഹളം ഉണ്ടാക്കരുത്, ഇങ്ങോട്ട് നോക്കിക്കേ. അതെ, ഞങ്ങള് ഒരു കുടുംബത്തിൽ പറഞ്ഞ പെണ്ണിനെ അന്വേഷിച്ച് നടന്നതാണ്. മിണ്ടിപ്പോകരുത്. ഒരു മാസമല്ല ഒരു നിമിഷം താമസിക്കാനൊക്കെ. അതെ, ഞങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്താണ്. അതെ. മുതലാളി, കുടുംബത്തിൽ പറഞ്ഞ പെണ്ണ് തന്നെ ഉറപ്പാണോ? ബഹളം ഉണ്ടാക്കിയത് കണ്ടില്ലേ? ഒരു മാസം താമസിക്കട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞു കേട്ടില്ലേ? ഇവളാടാ കുടുംബത്തിൽ പറഞ്ഞവള്. ഫിക്സ് ചെയ്യട്ടെ, ഇപ്പൊ ഞാൻ ഫിക്സ് ചെയ്യട്ടെ. ഉറപ്പിക്കാം. അതെ, ഒരു മാസമല്ല ഒരാഴ്ചന്റെ ഒരു നിമിഷം പോലും ഞാൻ കഴിയണ്ട. പക്ഷേ ചേട്ടന്റെ മകളും എന്റെ മുതലാളിയുമായിട്ട് കല്യാണം ഞങ്ങൾ സമ്മതിച്ച്. എന്റെ പൊന്നു മക്കളെ, ഞാൻ വിചാരിച്ചു നിങ്ങൾ എന്നെ ഒന്ന് പരീക്ഷിച്ചായിരിക്കും. അത് വലിയ പരീക്ഷ തകർന്നു പോയി. എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഈ കല്യാണം നടത്താൻ ഞാൻ തീരുമാനിച്ചു. പിന്നീടല്ല, ഇപ്പൊ തന്നെ ഇപ്പൊ തന്നെ എന്റെ മകളെ കൊണ്ടുവന്നോ. ദൈവമേ, അങ്ങനെ അവസാനം കുടുംബത്തിൽ പിറന്ന ഒരു പെണ്ണിനെ തന്നെ എനിക്ക് കിട്ടി. ഇന്നെന്റെ ആദ്യരാത്രി ഞാൻ അടിച്ചു. പെണ്ണെ എന്നാ പിടി. പാലാടാ. ഇതെന്താ പാലിനൊരു ഭാഗം മണോ? പാലില്ല, കഞ്ഞിവെള്ളമാ. പാലിനൊക്കെ ഇപ്പൊ കാലത്ത് ഭയങ്കര വിലയാണല്ലോ അല്ലേ? കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം. പെണ്ണെ, എന്തോ നിന്നെ കാണാൻ എന്ത് രസാന്നറിയോ? എന്തെങ്കിലും പൂർത്തത് രമേശങ്കാരനാ നിന്നെ കെട്ടാൻ പറ്റിയത്. ഞാൻ എപ്പോഴും നന്ദിയുള്ളവനായിരിക്കും. ആണല്ലേ? ഞാൻ നിന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ ആദ്യം ശ്രദ്ധിച്ച എന്താന്നറിയാമോ? എന്ത് വെച്ചോ? നിന്റെ പല്ല. അത്രയ്ക്ക് ഭംഗിയാണോ എന്റെ പല്ലിനെ? എന്ത് രസാന്നറിയോ നിന്റെ പല്ല് കാണാൻ? കാക്ക തേങ്ങാപ്പൂള് ഒത്തിക്കൊണ്ട് പോണ പോലെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്ന് അറിയാമോ? എന്താ? ചേട്ടന്റെ സുന്ദരമായ മൂക്കുകളാ. എന്തൊരു ഭംഗിയാ. ഉണ്ണിയപ്പത്തിന് തുളയിട്ടത് പോലെ. നമ്മൾ ഹണിമൂൺ എവിടാ പോകുന്നത്? മോളെ, നിന്നെ കൊണ്ട് ഹണിമൂണിന് ഞാൻ ഊട്ടിക്ക് പോകും. ഊട്ടിക്ക് പോവോ? പുന്നാരി ചേട്ടൻ, പുന്നാരി ചേട്ടൻ. ചേട്ടോ, അങ്ങോട്ട് 25ാം വാർഷികത്തിന് എന്നെ എവിടെയാ കൊണ്ടുപോകുന്നത്? 25ാം വാർഷികത്തിന് നിന്നെ ഊട്ടി ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും. അതിന്റെ ഒരു പെണ്ണെ, എന്തോ? എന്തായാലും കുടുംബത്തിൽ പിറന്ന ഒരു പെണ്ണെ കിട്ടിയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പക്ഷെ നിനക്ക് എന്നോട് ഒട്ടും സ്നേഹമില്ല. പൊന്നു കള്ള, അങ്ങനെ പറയാതോ. അങ്ങനെ പറയാതിരിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ പെണ്ണ് കാണാൻ വന്ന പെണ്ണല്ല. നിന്റെ അച്ഛനോട് ചോദിച്ച്, അച്ഛാ കല്യാണത്തിന് മുമ്പ് ഒരു മാസം ഞാൻ ഇവിടെ പെണ്ണിന്റെ കൂടെ താമസിച്ചോട്ടെന്ന് ചോദിച്ചപ്പോഴേ നിന്റെ അച്ഛനും ചേട്ടന്മാരും അമ്മമാരും എല്ലാരും എന്നോട് ചൂടായി. നീ അവിടെ നിൽക്കണ്ടായില്ലേ? ഒരക്ഷരം നീ മിണ്ടില്ലല്ലോ. അപ്പൊ എനിക്ക് മനസ്സിലായി നീ കുടുംബത്തിൽ പിറന്ന പെണ്ണാണെന്ന്. അയ്യടാ, കുടുംബത്തിൽ പിറന്ന പെണ്ണായിട്ടൊന്നുമല്ല. ഇതുപോലെ ഒരുപാട് പേര് കല്യാണത്തിന് മുമ്പ് എന്റെ കൂടെ ഒരു മാസം താമസിച്ച് എന്നെ പറ്റിച്ചിട്ടുണ്ട് ചേട്ടാ.